രണ്ട് കൂട്ടരും അയവ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല. കാരണം ഇസ്രയേലാണ് ഈ ആക്രമണം തുടങ്ങിയത്. ഇറാൻ അതിന് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ഇറാനോട് മാത്രം മിസൈൽസ് അയക്കുന്ന നിർത്തുമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ഇതിലെ പ്രധാനപ്പെട്ട ആക്ടർ ഇസ്രയേലാണ് നിർത്തേണ്ടത്. ഇസ്രയേൽ നിർത്തുമോ ഇല്ലെന്ന് ചോദിച്ചാൽ അമേരിക്ക പ്രഷർ ചെയ്താൽ മാത്രമേ ഇസ്രയേൽ നിർത്തുകയുള്ളൂ. അമേരിക്ക പ്രഷർ ചെയ്യോ ഇല്ല എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം പ്രസിഡന്റ് ട്രംപ് കാനഡയിലെ G7 സമ്മിറ്റിൽ നിന്ന് നേരത്തെ പ്ലാൻ ചെയ്തതിനു ശേഷം അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വാഷിംഗ്ടണിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോ അതിന് മുമ്പ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ടെഹ്റാനിൽ നിന്നുള്ളവരെല്ലാവരും എവാക്യുവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതുവരെ പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വേറൊരു നിശ്ചയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെതന്യാഹു ഒരു സീസ് ഫയറിന് എഗ്രി ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം സമ്പൂർണ്ണ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത്? മാത്രമല്ല ഈ എന്താ പറയുക, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരമോന്നത നേതാവ് ഖമേനിയെ കൊല്ലുമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു സൈനിക തലവന്മാരെ കൊന്ന ഇസ്രയേൽ സേനയെ പേടിച്ച് ഇറാൻ മാറുന്ന അല്ലെങ്കിൽ പിൻവലിയുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു തിരിച്ചടി ഇറാൻ നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സമ്പൂർണ്ണ യുദ്ധം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എയർഫോഴ്സ്, ആർമി, നേവി, ഇത് 3 പേരും കൂടി ചേർന്നുള്ള യുദ്ധം. ഇത് രണ്ട് രാജ്യങ്ങളും രണ്ടും തൊട്ടടുത്തല്ല. അപ്പോ ഒരു എയർഫോഴ്സ് മാത്രമേ ഇപ്പോൾ എയർ വാർ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. രണ്ടാമത് ഇസ്രയേൽ എന്തായാലും ബൂട്ട്സ് ഇറാനിലേക്ക് അയക്കാൻ പോകുന്നില്ല. അത് വളരെ അപകടകരമായ നടപടിയായിരിക്കും. അതിനുള്ള കഴിവും ഇസ്രയേലിനില്ല. പിന്നെ നേവൽ ബാറ്റിലിന് വലിയ സാധ്യതയെന്നുള്ള ജിയോഗ്രഫി നോക്കിയാൽ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഒരു സമ്പൂർണ്ണ എയർ വാറാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെല്ലാം ഓടിപ്പോണെന്ന്. അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടെ, ഇത് മറ്റുള്ള രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇത് മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നത്? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് നേരിട്ട് ബാധിക്കാൻ പോകുന്നത്? സാധാരണക്കാർ ജനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സംഖ്യ കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ഒരു 10,000 ഇന്ത്യൻസ് അവിടെ ഇറാനിലുണ്ട്. അവരെ എവാക്യുവേറ്റ് ചെയ്യാനായിട്ട് എംബസി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എംബസി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി തുടങ്ങേണ്ടതായിരുന്നു. അതുപോലെ ചെയ്യാത്തത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. തന്നെയുമല്ല, താങ്കൾ ചോദിച്ചു മറ്റ് രാജ്യങ്ങളുടെ എന്തായിരിക്കും അവരുടെ അപ്രോച്ച്. താങ്കൾക്ക് അറിയാമായിരിക്കും, പ്രസിഡന്റ് പുടിൻ പ്രസിഡന്റ് ട്രംപിനോട് സംസാരിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും എഗ്രി ചെയ്തു ഇറാൻ അമേരിക്കൻ നെഗോസിയേഷൻ തുടരണമെന്ന്. ഇതിന്റെ വലിയ പിക്ചർ നമ്മൾ നോക്കണം. അതായത് കുറെ നാളായിട്ട് റഷ്യ, ചൈന, ഇറാൻ, നോർത്ത് കൊറിയ ഈ 4 രാജ്യങ്ങളും വളരെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമായിരുന്നു. നമുക്കറിയാമല്ലോ, നോർത്ത് കൊറിയയും ഇറാനും റഷ്യക്ക് മിലിറ്ററി സപ്പോർട്ട് കൊടുക്കുന്ന യുക്രൈൻ വാറിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് തെറ്റായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല റഷ്യയും ചൈനയും ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കും
അതായത് ഇസ്രയേലിൽ ഇങ്ങനെ ബോംബ് ചെയ്ത് ഒരുപാട് നാശം ഉണ്ടാക്കിയിട്ട് ഗ്രീൻ ഇക്കോണമിയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയും ചൈനയും വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടുത്ത് തന്നെ ട്രംപും പുടിനും കൂടി ഒരു സീസർ അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.